പ്രിയമുള്ളവരെ, വചനജ്വാല 1613 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 14 മുതൽ 25 വരെയും 66-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളുമാണ് നാം ശ്രവിക്കുക. എൻ്റെ ദാസർ ആനന്ദഗീതം ആലപിക്കും. നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്യത കൊണ്ട് വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും. തന്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറൂസലേമിനെ ഒരു ആനന്ദമായും അവരുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറൂസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി ഇവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുത്തന്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇടയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കും മുമ്പേ അവർക്ക് ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ അത് കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും. എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. നമ്മൾ 66-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യഥാർത്ഥ ഭക്തി. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കുക എന്നാണ് എൻ്റെ വിശ്രമസ്ഥലം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്നവയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും ആടിനെ ബലിയർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവനെ പോലെയും ധാന്യബലി അർപ്പിക്കുന്നവൻ
പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും അനുസ്മരണാബലിയായി ധൂപമർപ്പിക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവൻ പോലെയും ആണ്. അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേച്ഛതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും. അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്കനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, അവിടുത്തെ വചനം കേൾക്കുവിൻ. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരൻ കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ. നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക. ഇതാ, നഗരത്തിൽ നിന്നൊരു ശബ്ദകോലാഹലം, ദേവാലയത്തിൽ നിന്നൊരു സ്വരം. ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഹയസിന്ത മരിസ്കോട്ടിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഇറ്റലിയിലെ വിറ്റർബോ എന്ന നഗരത്തിലെ വിഞ്ഞാരല്ലോ ഗ്രാമത്തിൽ 1585 ഹയസിന്ത ഭൂജാതയായി. ശിശുപ്രായത്തിൽ ഭക്തയായിരുന്നു എങ്കിലും കൗമാരത്തിൽ ലൗകികായതയിലേക്ക് തിരിഞ്ഞു. മാർക്കിന്ദു കസീസുക്കുമായി ആലോചിച്ച വിവാഹം നടക്കുകയില്ലെന്ന് കണ്ടപ്പോൾ 20-ാം വയസ്സിൽ വിറ്റർബോയിലുള്ള വിശുദ്ധ ബെർണർഡിന്റെ മഠത്തിൽ ചേർന്നു. 10 കൊല്ലം മഠത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ താമസിച്ചു. അപ്പോൾ തൻ്റെ ജീവിതം സന്യാസത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി വിശേഷ വസ്ത്രങ്ങളും സാമഗ്രികളും ഉപേക്ഷിച്ച് തൻ്റെ ദുർമാതൃകയ്ക്ക് കൂട്ടുകാരോട് മാപ്പ് ചോദിച്ച് പ്രായശ്ചിത്തം തുടങ്ങി. വിറ്റർബോയിൽ പ്ലേഗ് ബാധ വന്നപ്പോൾ രാവും പകലും രോഗികളെ അവൾ ശുശ്രൂഷിച്ചു. ദരിദ്രരുടെയും അഗതികളുടെയും സംരക്ഷണത്തിന് വേണ്ടി 2 ഭക്തസഖ്യങ്ങൾ സ്ഥാപിച്ചു. ദൈവമാതൃഭക്തിയായിരുന്ന ഹൈസിങ്ക മാനസാന്തരത്തിന് ശേഷം കൂടുതൽ തീക്ഷ്ണമായി. കാലാന്തരത്തിൽ എല്ലാതരം അവശർക്കും അവരുടെ സേവനം ലഭിച്ചു തുടങ്ങി. 55-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലെത്തി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഹയസിന്ത മാരിസ്കോട്ടിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.